പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ 4ാമത്തെ സ്റ്റെപ്പ് ഇവിടെ തുടങ്ങുന്നു. 4ാമത്തെ സ്റ്റെപ്പിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഞാൻ കാണിക്കുന്നത്. 1, 2, 3 സ്റ്റെപ്പുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിന് ശേഷം 4ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. കാലുകൾ ഷോൾഡർ ലെവലിൽ പിടിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിൽക്കുകയും ഇവിടെ നിന്ന് ശ്വാസത്തെ 2, 3 ആവർത്തി വലിക്കുകയും തുടർന്ന് കൈകൾ നേരെ മുന്നിലേക്ക് എടുത്ത് കൈകൾ ചെവിയോട് ചേർത്ത് ബാക്കിലേക്ക് ആർച്ച് രൂപത്തിൽ കൊണ്ടുപോവുകയും 2ാമത്തെ സ്റ്റെപ്പ് ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കുകയും അവിടെ നിർത്തി അതിനുശേഷം കൈകൾ ചെവിയോട് ചേർത്ത് കാൽമുട്ടുകൾക്ക് വളവില്ലാതെ ശ്വാസത്തെ മെല്ലെ വിട്ടുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഫേസ് ചെയ്യുകയും ചെയ്തു. ഇത് ഒരു ഹെയർ പിൻ മാതിരി നമ്മൾ ഇവിടെ നിന്നതിന് ശേഷം നമ്മുടെ വലതുകാല് 4ാമത്തെ സ്റ്റെപ്പ് നമ്മൾ തുടങ്ങുന്നു. ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് വലതുകൾ നിരക്കി പുറകിലേക്ക് കൊണ്ടുപോവുകയും കാലിൻ്റെ ടോ ഭൂമിയിൽ ടച്ച് ചെയ്ത് പൊസിഷനിലാക്കുകയും തലയും കഴുത്ത് നേരെ മുകളിലേക്ക് ഫേസ് ചെയ്ത് നമ്മുടെ പിൻഭാഗം ഒരു ആർച്ച് രൂപത്തിലേക്ക് വലിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം നമ്മൾ ശ്വാസത്തെ 2, 3 സെക്കൻഡ് അവിടെ പിടിച്ചു നിർത്തുക. ഇപ്പം നമ്മളുടെ ഇടത് കൈയുടെ മുന്നിലേക്ക് വരികയും മടക്കിയ രീതിയിൽ മുട്ട മുന്നോട്ട് പൊന്തി വരികയും ഇടത് കൈയും വലത് കൈയും ഭൂമിയിൽ ശരിക്ക് പതിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഇപ്പോൾ ഇടത് കാലും 2 കൈകളും വലത് കാലിൻ്റെ ടോയും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുവരിക. ഇവിടെ ശ്വാസത്തെ കുറച്ച് സമയം നമ്മൾ പിടിച്ചു നിർത്തിയതിന് ശേഷം നമ്മൾ 5ാമത്തെ പൊസിഷനിലേക്ക് പോകുമ്പോൾ ശ്വാസത്തെ മെല്ലെ വിട്ടുകൊണ്ട് ഇടത് സൈഡിലൂടെ പുറകിലേക്ക് ഞരക്കി നീക്കുകയും ഇടത് കാലിൻ്റെ ടോ ഭൂമിയിൽ ടച്ച് ചെയ്ത് നിൽക്കുകയും 2 കൈകളും ഭൂമിയിൽ ബലമായി പിടിക്കുകയും ഇപ്പോൾ 2 കാലിൻ്റെ ടോകളും ഭൂമിയിൽ ബലമായി പിടിക്കുകയും നമ്മുടെ തലയും കഴുത്തും ഭൂമിക്ക് ഫേസായി കൊണ്ടുവരികയും ശ്വാസത്തെ മെല്ലെ വിടുകയും വിട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുക. ഈ സമയം നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം 2 കൈകളും 2 കാലിൻ്റെ ടോയും താങ്ങി നിർത്തുന്നു. ഇതാണ് 4ാമത്തെ പൊസിഷൻ. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മളുടെ ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളുന്നു. ഇവിടുന്ന് തലയെ മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയും നമ്മൾ 6ാമത്തെ പൊസിഷനിലേക്ക് നമ്മളുടെ കാൽമുട്ട്, നമ്മളുടെ മേൽവയറ്, നമ്മളുടെ നെറ്റി എന്നിവ ഗ്രൗണ്ടിൽ പതിക്കുകയും കൈകളുടെ മുട്ടുകൾ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പേസ് ചെയ്തും നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളിവിടുക. ഇപ്പോൾ നമ്മളുടെ അടിവയറും നമ്മളുടെ കീഴ്ത്താടിയും നമ്മളുടെ അരക്കെട്ടിൻ്റെ മുകൾ ഭാഗവും ഭൂമിയിൽ തൊടാത്ത രീതിയിൽ അല്പം പൊങ്ങി നിൽക്കുന്നു. ഈ അവസ്ഥയിൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസം പൂർണ്ണഗതിയിലേക്ക് കൊണ്ടുവരികയും ആയാസകരമായി പ്രവർത്തനം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് 6ാമത്തെ പൊസിഷൻ. ഇപ്പോൾ നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ മധ്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്കിവിടെ സമ്പൂർണ്ണമാക്കുന്നത്. ഇതിൻ്റെ ഗുണഫലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുറഭാഗത്തെ മസിലുകൾക്കും പുറഭാഗത്തെ പേശികൾക്കും നമ്മളുടെ നട്ടെല്ലിനും നല്ല അയവനുഭവപ്പെടുകയും മാംസപേശികൾ നന്നായി മുറുകി അവിടെ സ്ട്രോങ് ആകുകയും ചെയ്യുന്നു. നമ്മുടെ കൈകൾക്ക് നല്ല ബലം അനുഭവപ്പെടുകയും നമ്മുടെ സിരകളിലൂടെ രക്തത്തിൻ്റെ പ്രവാഹം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിന് ഓക്സിജൻ്റെ ഒരു സപ്പോർട്ട് ശ്വാസകോശങ്ങളുടെ ഒരു പ്രവണതയോടുകൂടി ബ്ലഡ് സർക്കുലേഷന് സംജാതമാകുന്നു. കാലുകളുടെ മുട്ടുകൾക്ക് തെന്നൽ വരാത്ത രീതിയിൽ മാംസപേശികളാൽ ആവരണം ചെയ്യപ്പെട്ട കാലുകൾക്ക് നല്ല ബലവും കണങ്കാലിന് നല്ല ഉറപ്പും വിരലുകൾക്ക് നല്ല അയവും കാലുകൾക്ക് നല്ല പ്രവണതയും ലഭിക്കുന്നു. ശരീരത്തിൽ മൊത്തമായി നമ്മളുടെ ചട്ടക്കൂടായിരുന്ന ഈ നട്ടെല്ലിനെ ആവരണം ചെയ്തുകൊണ്ട് എല്ലാ അവയവങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പ്രവണത നമ്മൾക്ക് സംജാതമാകുന്നു. വളരെ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ 6ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു മധ്യഘട്ടത്തിലേക്ക് കഴിഞ്ഞു. അടുത്ത ഘട്ടവുമായി അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പാർക്കുട്ടി മീഡിയയുടെ എല്ലാവിധ ആശംസകളും.